നെറ്റ് ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ JRF കുറച്ചുകൂടി ടഫാണ്. ഞാൻ എയ്ഫറിലേക്ക് എത്തുന്നത് നിരവധിയായിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ, എന്തുകൊണ്ടാണ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എയ്ഫറിലേക്ക് എത്തുന്നത്. ഒരുപാട് തവണ ശ്രമിച്ചതിന് ശേഷം, ഒരുപാട് കാലത്തിലെ കാത്തിരിപ്പിന് ശേഷമാണ് JRF ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. എൻ്റെ പേര് ചന്തു. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ MA മലയാളം പൂർത്തിയാക്കി. പഠനകാലത്തിൽ തന്നെ നെറ്റ് എഴുതിയിരുന്നു. ആദ്യത്തെ പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്തില്ല, രണ്ടാമത്തെ പരീക്ഷയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തു. എന്നാൽ JRF എന്നുള്ളൊരു സ്വപ്നം അപ്പോഴും വളരെ അകന്നു നിൽക്കുകയായിരുന്നു. എയ്ഫറിൻ്റെ പഠന രീതിയുടെ തുടക്കം തന്നെ PYQ പരീക്ഷകൾ പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ ധാരാളം മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവുക. ഡെയിലി മോക്ക് ടെസ്റ്റ്, വീക്ക്ലി മോക്ക് ടെസ്റ്റ്, മന്ത്ലി മോക്ക് ടെസ്റ്റ്, ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകുന്നു. ഇത് ഈ ഒരു രീതിയിലേക്ക് എത്തുവാനും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് നമുക്ക് നൽകുവാനുമായിട്ട് വളരെയധികം ഉപയുക്തമാണ്. നമ്മൾ നിരന്തരം ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, PYQ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പരീക്ഷയുടെ രീതിയുമായിട്ട്, പരീക്ഷയിൽ ജയിക്കുവാനായിട്ട് നമ്മൾ പുലർത്തേണ്ട ഒരു പഠന രീതി എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ആ നിലയിൽ എയ്ഫറിൻ്റെ ആ ഒരു സ്ട്രാറ്റജി എനിക്ക് വളരെയധികം ഗുണം ചെയ്തായിരുന്നു. അതുപോലെ തന്നെ മെൻറ്റർമാർ ഏത് സമയത്തായാലും കൃത്യമായിട്ടുള്ള സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. നെറ്റ് ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ JRF കുറച്ചുകൂടി ടഫാണ്. നമുക്ക് ഒരുപാട് വഴികൾ, ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും. പക്ഷേ ഇതിനൊപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരതയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും.